നമസ്കാരം. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല. ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമായി SIT എത്തി നിൽക്കുന്നത്. രാഹുലിന് ലഭിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീലിലെ വിധി വന്നതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യാൻ മതിയാകൂ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. നാളെ മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കുവാനാണ് SIT നീക്കം. ചോദ്യം ചെയ്ത് വിട്ടയച്ചാൽ കസ്റ്റഡി ആവശ്യത്തിന് തിരിച്ചടിയാകുമെന്നാണ് SIT വിലയിരുത്തുന്നത്. കസ്റ്റഡിയിൽ വേണമെന്ന് SIT കോടതി അറിയിക്കും. ഉപാധികളോടെ കഴിഞ്ഞ ദിവസമാണ് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞതാണ്. ഹർജി പരിഗണിക്കുന്ന 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്തതെന്നാണ് ജസ്റ്റിസ് K. ബാബു ഉത്തരവിറക്കിയത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 11-ാം തീയതിയാണ് പാലക്കാട് വോട്ട് ചെയ്യുവാനായി തിരികെ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ വീഴ്ചയും തളർച്ചയും തകർച്ചയും ഒക്കെ ആഘോഷിക്കുവാൻ കാത്തിരുന്നവർക്കൊരു വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഇനിയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. 11-ാം തീയതി കേരള പോലീസ് സംഘം പാലക്കാട് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാഹുലിനെ പിടികൂടുവാനായി ബംഗളൂരു നഗരം മുഴുവൻ അരിച്ചുപെറുക്കിയ അന്വേഷണ സംഘം അവിടെയുള്ള ചായപ്പീടിക തൊട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ പരിശോധിക്കുന്ന കേരള പോലീസ് സംഘം അവസാനം പാലക്കാട് വോട്ട് ചെയ്യുവാനെത്തിയ രാഹുലിന് വലിയൊരു സംരക്ഷണ കവചമാണ് ഒരുക്കിയത്. DYFI BJP പ്രവർത്തകരടക്കമായിരുന്നു ഇത്തരത്തിൽ പൂവൻകോഴിയെയും തൊട്ടിലുമൊക്കെ കാണിച്ചുകൊണ്ടും പ്രതിഷേധങ്ങൾ ഉയർത്തിയും ആക്ഷേപിച്ചുമൊക്കെ അവിടെ രംഗത്തെത്തിയത്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒളിവ് ജീവിതത്തിലേക്ക് പോയതെന്ന് അടക്കം അറിയുവാനായി മുറവിളി കൂട്ടി പാഞ്ഞ മാധ്യമ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ 2-ാം പ്രതിയുടെ അതായത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. യുവതിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് ജോബി ജോസഫ് എന്നായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചത്. പരാതിക്കാരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മരുന്നെത്തിച്ചതെന്നാണ് ജോബിയുടെ വാദം. മരുന്നുകളുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും ഈ ജോബി ഹർജിയിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചാറ്റുകൾ അടക്കമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കേസിൽ 2-ാം പ്രതിയാണ് ജോബി ജോസഫ്. രാഹുൽ ഒളിവിൽ പോയ അതേ ദിവസം തന്നെ ജോബി ജോസഫ് ഒളിവിലാണ് കഴിഞ്ഞിരുന്നത്. ഇതുവരെയും അദ്ദേഹത്തിനെ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഗർഭചിത്ര മരുന്ന് എത്തിച്ചു എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. 17-നാണ് ഈ കേസിൽ വിധി പറയുന്നത്. ഒരുപക്ഷെ കോടതി അറസ്റ്റ് തടയുകയോ അല്ലെങ്കിൽ ജാമ്യം തള്ളുകയോ ചെയ്താൽ അതിവേഗം ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുവാൻ തന്നെയാണ് നീക്കം. ഗർഭധാരണത്തിന് നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഹുൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ JFCM 7 കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും പിന്നീട് പാലക്കാട് വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നുമാണ് ഈ മൊഴിയിൽ പറഞ്ഞത്. ബലാത്സംഗ ദൃശ്യങ്ങൾ ഫോണിൽ രാഹുൽ പകർത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു. പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതായും പറയുന്നു. ഗർഭചിത്രത്തിലുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി എന്നും ഇത്തരത്തിൽ മൊഴിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് ഇയാളെയും കേസിൽ പ്രതിയാക്കിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2-ാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരു ജനകീയ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു MLAക്കെതിരെയാണ് ഇത്തരത്തിൽ പരാതി. ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആദ്യ കേസിൽ ജാമ്യം തള്ളുകയോ ചെയ്താൽ പോലീസിന് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ അതുവരെ 2-ാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്ന കോടതി ഉത്തരവ് അദ്ദേഹത്തിന് താൽക്കാലിക സുരക്ഷ നൽകുന്നുണ്ട്.